സർക്കാർ സംഘടിപ്പിക്കുന്ന ബ്ലൂ എക്കണോമി കോൺക്ലേവിനെതിരെ വലിയ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. മത്സ്യബന്ധന മേഖല നേരിടുന്ന അടിയന്തര പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ മത്സ്യബന്ധന മേഖലയുടെ പേര് പറഞ്ഞ് കോടികളാണ് സർക്കാർ ചെലവഴിക്കുന്നത്. ഇതാണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി യൂറോപ്യൻ യൂണിയൻ ബ്ലൂ എക്കണോമിക് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും തുടരെയുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ മൂലവും മത്സ്യബന്ധന മേഖല നേരിടുന്നത് മുൻപുണ്ടാകാത്ത വിധമുള്ള പ്രതിസന്ധികളാണ്. ലക്ഷങ്ങൾ മുടക്കി കടലിലേക്ക് ഇറങ്ങുന്നവർക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടമാകുന്നു. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ ഇതിനൊക്കെ പരിഹാരം ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഇപ്പോഴും പഠനങ്ങൾ നടക്കട്ടെ എന്ന നിലപാടിലാണ്. കപ്പൽ കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാര തുക ഈടാക്കണം എന്ന കോടതിയുടെ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പിലാക്കുന്നില്ല. മത്സ്യബന്ധന മേഖലയിലെ സാഹചര്യങ്ങൾ ഈ വിധത്തിൽ മോശാവസ്ഥയിൽ തുടരുമ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കണോമി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിലും മത്സ്യത്തൊഴിലാളി സംഘടനകൾക്ക് എതിർപ്പുണ്ട്. തിരുവനന്തപുരം കോവളത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കോൺക്ലേവ്. വ്യവസായികൾ ഉൾപ്പെടെ 750ഓളം ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്ലൂ ഇക്കണോമി കോൺക്ലേവിൽ ആവശ്യമായ പ്രാതിനിധ്യം മത്സ്യത്തൊഴിലാളി സംഘടനകൾക്ക് നൽകിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തീരദേശ മേഖല പട്ടിണിയിലാകുമ്പോഴും കോടികൾ ചിലവഴിച്ചുള്ള ഇത്തരം കൊട്ടിഘോഷങ്ങൾ ആർക്കുവേണ്ടിയാണെന്നും അവർ ചോദിക്കുന്നു. യൂറോപ്യൻ കൺട്രീസ്, വിദഗ്ധന്മാർ, നിക്ഷേപകർ, മത്സ്യവ്യവസായികൾ, മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ സംഘടനകൾക്കും ഒരു പ്രാതിനിധ്യമില്ല. ഈ കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ മന്ത്രിയോട് പറഞ്ഞു, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് കൊള്ളാം. നടത്തുന്ന അവസരത്തിൽ മത്സ്യത്തൊഴിലാളി സംഘടനകളെ യോഗം വിളിച്ചുകൂടി അവരുടെ അഭിപ്രായം ആരായണമെന്ന് പറഞ്ഞു. അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ വിറ്റ് കാശ് വാങ്ങാനുള്ള പണിയാണ് ഗവൺമെൻറ് നടക്കുന്നത്. തീരമേഖലയുടെ സമഗ്ര വികസനം, മത്സ്യബന്ധന തുറമുഖങ്ങളെയും മത്സ്യ മാർക്കറ്റുകളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തൽ, അനുബന്ധ വ്യവസായങ്ങളും കയറ്റുമതിയും വിപുലമാക്കൽ തുടങ്ങിയവ ലക്ഷ്യമിട്ട് വൻതോതിൽ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള പദ്ധതികളാണ് കോൺക്ലേവിലൂടെ ഫിഷറീസ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. അപ്പോഴും കടലിൽ നിന്നും കേടുപാടുകൾ സംഭവിച്ച മത്സ്യബന്ധന ഉപകരണങ്ങളുമായി വേദനയോടെ മത്സ്യത്തൊഴിലാളികൾ മടങ്ങിയെത്തുന്നു. സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.